മങ്കീസ് ഓൺലൈൻ ആൻഡ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വില്ലേജ് കണ്ടുപിടിച്ചിരുന്നു. പക്ഷേ വില്ലേജ് എക്സ്പ്ലോർ ചെയ്തില്ല. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു സാഡിൽ കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്കൊരു കുതിരേനെയൊക്കെ ടൈം ചെയ്തിട്ട് പിന്നെയുള്ള വില്ലേജസിലേക്ക് സ്പീഡായിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ പതുക്കെ ചാടി 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 കുറേ ടൈം എടുക്കും. അവനും അവൻ്റെ വീട്ടിൽ കയറിട്ടോളാന്ന് കഴിവ് കുഴപ്പമില്ല കേസ്, നമുക്ക് വേറെ വീട്ടിൽ കയറാം. ഒക്കെ ദാരിദ്ര്യന്മാരാണല്ലേ. പാവപ്പെട്ടൊരു വില്ലേജാണ് കേസ്. ഞാൻ വീട്ടിൽ കയറി പൂട്ടിരിക്കണവൻ്റെ വീട്ടിൽ എന്താ ഉള്ളത് നോക്കാം. നോക്കിണ്ട് ഇതൊക്കെയാണ് ഉള്ളത്. സ്റ്റോറേജ് ഉണ്ടാകാൻ നോക്കാം കേസ്. നോ, ഇല്ല ഇല്ല ഇല്ല, അവിടെ കാര്യമായിട്ടൊന്നുമില്ല. ഈ വില്ലേജിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ അടിയിലുണ്ട്. നമുക്ക് അടിയിലേക്ക് പോയി നോക്കാം. ലിഫ്റ്റിൽ പോകാമല്ലോ. ഇതൊക്കെ വലിയ തീവ്രവാദിയാണ്. നിന്ന് വീട്ടിൽ പൊട്ടിത്തെറിച്ച് നോക്കണം ഒന്ന്. ഇനി നമുക്ക് അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാം. രണ്ട് വീട് കാണുന്നുണ്ട്. എവിടെയാണെങ്കിൽ മുടിഞ്ഞ് മഴ. എന്ത് മഴയത്? എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഹെൽത്ത് ഒന്ന് സെറ്റാക്കിയിട്ട് പോവാം. എന്തെങ്കിലും അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്നാലാ. ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇവിടൊന്നുമില്ല. എന്തായാലും കയറിയതല്ലേ, ബീഫ് എടുത്തിട്ട് പോവാം. ബീഫ് 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 വേണ്ട വേണ്ട, ഒരെണ്ണം ഉള്ളെടുത്തേക്ക് എന്തിനാ മറ്റേ സ്ഥലം കൊടുക്കണം. ഓക്കെ, വാളെടുത്തോ. അപ്പുറത്ത് വീടുണ്ട്, അവിടെ ഒന്ന് തപ്പി നോക്കാം. യെസ് ഗൈസ്, സാഡിലുണ്ട്. എമറാൾഡ് ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, ആകെ ഒരു എമറാൾഡ് ഒന്നും കൊടുക്കാം. അപ്പോഴത്തെ പണിയെടുത്തുണ്ടാക്കിയായിരിക്കും. നമുക്ക് പിന്നെ മോഷ്ടിക്കാം. എന്തായാലും ഇപ്പോൾ സാഡിൽ കിട്ടിയല്ലോ. ഇപ്പോൾ കുതിരേനെ തപ്പി പോവാം. ഇനി കുതിരേനെ ടൈം ചെയ്യണം. അതാണ് ഈ മെയിൻ പരിപാടി. അങ്ങനെ ഓടാൻ കാണുന്നില്ല. ഇങ്ങോട്ട് തന്നെ പോവാം. പക്ഷെ എന്ത് മഴയാണല്ലേ ഗൈസ്. മഴ മാറി. പറഞ്ഞപ്പോഴേക്കും മഴ മാറിയില്ലേ? മാറിയാണ്. ഇതെന്താണിത്? എന്തെങ്കിലും ആവട്ടെ, നമുക്കെന്തായാലും കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ കുതിരേനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി കുതിരേനെ ടൈം ചെയ്യാം. സാഡിൽ 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 പോക്കറ്റ് എഡിഷനിലാണെങ്കിൽ ഇങ്ങനെ മറ്റേ സാഡിൻ്റെ ബട്ടൺ വരും. പക്ഷെ അതിലൊന്നും മഞ്ഞയിലില്ല. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ശരിയാവുമല്ലോ ഗൈസ്. ഇങ്ങനെ എന്താ പരിപാടിയാവോ? ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. അതല്ലായിരുന്നു ഗൈസ്, ഇപ്പോൾ മനസ്സിലായി. സംഭവം എന്ന് പറഞ്ഞാൽ കയ്യിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇങ്ങനെ ടൈം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് സാഡിലിടാൻ പറ്റുള്ളൂ. അങ്ങനെ സാഡിലിട്ടു ഗൈസ്. നമ്മളൊരു കിട്ടില്ല ബ്ലാക്ക് കീ ഹോഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് വേറെ വില്ലേജസ് എന്തെങ്കിലും ഉണ്ടാകുന്ന എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. സ്പീഡും മൈലേജും പവറൊക്കെ അറിയണ്ടേ, അതാണ്. ഓടിപ്പോ കമോൺ. കിട്ടില്ലൻ പ്ലേസ്, കിട്ടില്ലൻ വ്യൂ. പക്ഷെ ഇവിടെ അടുത്തൊന്നും വില്ലേജസ് ഇല്ലാന്ന് തോന്നണം. കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കാം. നൈറ്റ് ആയാണ് ഗൈസ്. ഞാനത് കാരണം ഇപ്പം നൈറ്റ് കാരണം ഏതെങ്കിലും ഒരു വില്ലേജ് കണ്ടിട്ട് അവിടെ കയറി വേഗം തങ്ങാന്നുള്ളൊരു സെറ്റപ്പാണ്. വ്യൂ ഒക്കെ അടിപൊളിയാണ്. പക്ഷേ സോംബീസ് സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ല ഒരു കൂട്ടം സോംബീസ്, ഒരു പറ്റ സോംബീസ്.
ഉണ്ടാവും പമ്പ് ചെയ്ത് തീർത്താനെ. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെന്ന് രക്ഷപ്പെട്ട് നമ്മൾ പതുക്കെ ഇങ്ങാട് വന്നിട്ട് ഏതോ ഒരു കുഴിയിൽ വീണ്, ഏതോ ഒരു കുഴിയിൽ വീണു. കയറി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഓ, കുതിരക്കുട്ട മൂഞ്ചി. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് വഴി ഉണ്ടാക്കിയിട്ട് ഇവനെ കൊണ്ട് പോവാം. ഇറങ്ങാണ്ട് വേറെ വഴിയില്ല. ഇത് വലിയ കേവാണല്ലോ, ഉള്ളിലേക്ക് കുഴി അങ്ങോട്ട് ഗർത്തം, വലിയ ഗർത്തം. പതുക്കെ നമുക്ക് എന്തായാലും കുഴിച്ച് നോക്കാം. എന്നിട്ടൊരു വഴി ഉണ്ടാക്കാം. വഴി ഉണ്ടാക്കിയിട്ട് കുതിരേനെ കൊണ്ട് പുറത്തേക്ക് കിടക്കാം. അല്ലാണ്ട് വേറെ നടക്കൂല. എന്തായാലും ഇത്രയും സ്റ്റോൺ കിട്ടിയ സ്ഥിതിക്ക് സ്റ്റോൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ, എന്നിട്ട് നോക്കാം. കാരണം അറിയാലോ, ഈ കുഴിയിലായിരിക്കുള്ള ഏറ്റവും കൂടുതൽ സോംബീസ് ഒക്കെ ഉണ്ടാവാം. എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കണേ? വേഗം കുഴിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുഴിച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പുറത്തെത്തി. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ കുതിരക്കുട്ടനെ കൊണ്ട് പുറത്തേക്ക് കിടക്കാം. ഹേ കുതിരക്കുട്ട, കുതിര എവിടെ? ഇതെന്താ മരത്തിൻ്റെ ഫ്രെയിമൊക്കെ അടിയിൽ? മൈനിങ് ഗ്രൗണ്ട് വല്ലതുമാണോ അത്? ഓ, സോംബിയുടെ ഹിസ്സിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഇരുട്ട് മാത്രമുള്ളല്ലോ. ഓ, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അധികം സ്ഥലമില്ല പോകാനായിട്ട്. മരത്തിൻ്റെ ഫ്രെയിമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുതിര ഇങ്ങാട് പോയിട്ടുണ്ടാവും. നമുക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇത് ഏത് സ്ഥലം? ഇവിടെ ഒരുപാട് അയണുണ്ട് ഗൈസ്. അയണൊന്ന് കളക്ട് ചെയ്തിട്ട് പോവാം. എന്തായാലും കിട്ടിയ അയൺ കളയണ്ട. നമുക്കിനിയിപ്പോൾ അയൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ളതാണ്. അയണോറ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ ഇത് ഭയങ്കര ഹൊറർ മോഡ് ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. കുതിര എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ലാവ. ഓക്കെ, ആ ലാവയുടെ അപ്പുറം കുറച്ച് അയണോറ് കിടക്കണം. നമുക്ക് ലാവ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അയണോറ് എടുത്തിട്ട് പോവാം. ഇരുട്ടായി ഗൈസ്, ലാമ്പ് കത്തിക്കാം. ഇനി ഏതെങ്കിലും സോംബി വഴി വന്നാലോ? സ്പൈഡർ വെബ്സ് ഒക്കെ കാണുന്നുണ്ട്. ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള സൗണ്ട്സ് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് ഈ സൗണ്ട് വരുന്നത്? അറിയാൻ പറ്റണല്ലോ. നമുക്ക് അറ്റത്തേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഇവിടെയും ഇത്രയും വഴികൾ. അപ്പം നമ്മൾ എവിടെ നിന്നാണ് വന്നത്? നമ്മൾ ലോസ്റ്റായി തോന്നുന്നു ഗൈസ്. അവിടെ എന്തോ ഒരു വഴി കാണണ്ട. ഇനിയിപ്പോൾ ഹോഴ്സ് അവിടെ. ഓ ഗൈസ്, സ്പൈഡറിനെ സ്പോൺ ചെയ്യണ സ്ഥലം. റിസ്ക് തിരിച്ചു. ഓ, ഭയങ്കര ക്രീപ്പി നോയ്സസ്. വഴിയില്ലല്ലോ ഗൈസ്. ഞങ്ങൾ പുറത്ത് കിടക്കും. ഹോഴ്സിനെ കാണുന്നില്ല. അതുപോലെ ഹെൽത്തൊക്കെ ഒന്ന് കൂട്ടിയിട്ട് പോവാം.
ഇനി അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും വന്നാലോ. കുറച്ച് സ്റ്റോൺ എക്യുപ്മെൻറ്റ്സൊക്കെ കൈ കരുതി വെച്ചേക്കാം. അവിടെ വഴിയൊന്നുമില്ലല്ലോ ദിവസം തിരിച്ചനെ പോകാം. ഇനി അങ്ങാട് ഉള്ളിലേക്കാണ് ഗൈസ്. അധികം നമുക്ക് ഉള്ളിലേക്ക് പോകണ്ട, നമുക്ക് മുകളിലേക്ക് ചെന്നിട്ട് ആ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകാം. അങ്ങനെ എന്തെങ്കിലും വഴി ഉണ്ടാകാൻ നോക്കാം. ഭയങ്കര മിസ്സിങ് സൗണ്ടൊക്കെ ഉണ്ട് ഗൈസ്. അതാണ് പുറകോട്ടൊക്കെ ഇറങ്ങി നോക്കണം എന്തെങ്കിലും ഉണ്ടാന്നൊക്കെ. കൊച്ചു ഫുണ്ട അടി. ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.